നമസ്കാരം. ഇന്നിപ്പോൾ നമ്മുടെ കൂടെയുള്ളത് HRPM MSME ഡിവിഷൻ്റെ നാഷണൽ ചെയർമാൻ രവീന്ദ്രൻ കണ്ണകൈ സാറാണ് നമ്മുടെ കൂടെയുള്ളത്. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഈ HRPMൽ വന്നിട്ട് എത്ര കാലമായി? HRPMൽ ഞാൻ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി. HRPM എന്ന് വെച്ചാൽ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു NGO ആണ്. അപ്പോൾ കേരളമടക്കം 12ഓളം സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ തന്നെയാണ് നടക്കുന്നത്. HRPMൻ്റെ ലക്ഷ്യം എന്ന് അതിൻ്റെ പേരിൽ തന്നെയുണ്ട്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഇരയാകുന്ന പൗരന്മാരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രാഥമിക ഉദ്ദേശം. അതോടൊപ്പം ഇതിൻ്റെ നീതി നിഷേധിക്കപ്പെടുന്ന ആളുകൾ, അർഹരായ പരിഗണനകൾ നിഷേധിക്കപ്പെടുന്ന ആളുകൾ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും HRPM ഏറ്റെടുത്ത് നടത്താറുണ്ട്. ഇതിൻ്റെയൊക്കെ പിറകിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് സാധാരണക്കാരുടെ, പ്രത്യേകിച്ച് വനിതകളുടെ സാമൂഹികമായ വികസനം തന്നെയാണ്. നമുക്കറിയാമല്ലോ, സാമൂഹിക വികസനം എന്നുള്ളത് സാമ്പത്തിക വികസനത്തിൽ ഊന്നിയല്ലാതെ നടപ്പിലാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് സാമ്പത്തിക വികസനം നടപ്പിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് HRPM MSME ഡിവിഷൻ രൂപീകരിച്ചിട്ടുള്ളത്. MSME ഡിവിഷനിൽ എൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, പ്രാഥമികമായിട്ട് നമുക്കറിയാം, നമ്മുടെ രാജ്യം ഇന്ന് ഈ വിധത്തിൽ വികസിച്ച് വരുന്നതിൻ്റെ പിറകിൽ ഒരു വലിയ ചാലകശക്തിയായിട്ട് പ്രവർത്തിക്കുന്നത് ഇന്നാട്ടിലെ ചെറുകിട സംരംഭങ്ങളാണ്. ലോകവ്യാപകമായിട്ട് ചെറുകിട സംരംഭങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ ആ രാജ്യങ്ങളുടെ വികസനം നടക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും അതിൻ്റെ വിവിധ വകുപ്പുകളിലൂടെ നൂറുകണക്കിന് പദ്ധതികളാണ് ഈ ചെറുകിട സംരംഭക വികസനത്തിന് വേണ്ടിയിട്ട് ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചിട്ടും ചെറുകിട സംരംഭങ്ങൾ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് സാധാരണക്കാരെ ഉദ്ദേശിച്ചാണ് ഇത് ആവിഷ്കരിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു വശം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ, യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആകേണ്ടുന്ന ഒരു വലിയ ജനവിഭാഗം ഇന്നും ഇത്തരം പദ്ധതികളെ കുറിച്ചിട്ട് ബോധവാന്മാരല്ല. അപ്പോൾ HRPM ഊന്നൽ കൊടുക്കുന്നത് പ്രാഥമിക തലത്തിൽ ഈ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ചിട്ടുള്ള ബോധവൽക്കരണം നടക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ആരംഭം എന്ന നിലയിൽ കേരളത്തിലാണ് നമ്മളിതിന് തുടക്കമിട്ടിരിക്കുന്നത്. കേരളത്തിൽ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ആണ് 2024 സെപ്റ്റംബർ 11 ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുന്നത്. ഈ MSME കോൺക്ലേവിൻ്റെ ലക്ഷ്യം ചെറുകിട ബിസിനസ്സുകാർക്ക് എത്രത്തോളം പ്രയോജനകരമാകും? ഞാൻ സൂചിപ്പിച്ചത് മാതിരി നമ്മുടെ രാജ്യത്ത് ധാരാളം പദ്ധതികളുണ്ട് ചെറുകിട സംരംഭങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്. അത് എന്തുകൊണ്ട് ആളുകളിലേക്ക് എത്തുന്നില്ല എന്ന് ചോദിച്ചാൽ, ആളുകൾ അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് പ്രയോജനപ്പെടുത്തുവാനും അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പം നമുക്ക് വേണ്ടുന്നത്, സർക്കാരും ഇതിനു വേണ്ടിയിട്ട് ധാരാളം പരിപാടികളും പ്രോഗ്രാമുകളും നടത്തുന്നുണ്ട്. പക്ഷേ സർക്കാർ മാത്രം വിചാരിച്ചാൽ ഇത് അടുത്ത കാലത്തൊന്നും സാധാരണ ജനങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മാതിരിയുള്ള സന്നദ്ധ സംഘടനകളും ഇത്തരം പ്രവർത്തനങ്ങൾ വ്യാപകരാകുന്നത്. നമുക്ക് കേട്ടാൽ അവിശ്വസനീയമായി തോന്നുന്ന കാര്യങ്ങളാണ് ഈ ചെറുകിട സംരംഭക മേഖലയിൽ സർക്കാർ തരുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 10,000 രൂപ മുതൽ 25 കോടി വരെ തികച്ചും സൗജന്യമായിട്ട് തരുന്ന പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ഇതൊക്കെ ആരംഭിച്ചിട്ട് ഒരുപാട് വർഷങ്ങളുമായി. ഇതിൻ്റെ പേര് പോലും നമ്മുടെ നാട്ടിലെ പല സാധാരണക്കാരും കേട്ടിട്ടില്ല. അപ്പം ഇത്തരം പദ്ധതികൾ എന്താണെന്നും അവ എന്തൊക്കെയാണ് അതിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് എന്നും എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്നും എന്തൊക്കെ സംരംഭങ്ങൾ ഇത്തരം പദ്ധതികൾ വഴി നമുക്ക് ആരംഭിക്കാമെന്നും അതെങ്ങനെയാണ് വിജയകരമായി നടപ്പിലാക്കേണ്ടത് എന്നും അതിൻ്റെ തുടക്കം മുതൽ അത് നടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ അതിന് ലോൺ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ധനകാര്യ സ്ഥാപനങ്ങളുണ്ട് ധാരാളം. ഈ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ വളരെ ഉദാരമായ വായ്പാ സംവിധാനത്തിലൂടെ നമ്മുടെ സംരംഭങ്ങൾക്ക് വേണ്ടി ലോണുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് മുദ്രാ സ്കീമുകളുണ്ട്. അടുത്ത കാലം വരെ 10 ലക്ഷം രൂപ വരെയായിരുന്നു അതിൻ്റെ ലിമിറ്റ്. ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ അത് 20 ലക്ഷം രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം
20 ലക്ഷം രൂപ വരെ അർഹമായ ഒരു സംരംഭത്തിന് ജാമ്യം ചോദിക്കാനേ പാടില്ല. അവിടെ നിൽക്കുന്നില്ല. ഇന്ന് നമ്മുടെ രാജ്യത്ത് CGTMSE എന്നൊരു പദ്ധതിയുണ്ട്. അത് തുടങ്ങിയത് 2000-ലാണ്. 24 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ആരംഭത്തിൽ 1 കോടി രൂപ വരെ ഒരു ജാമ്യവുമില്ലാതെ സംരംഭങ്ങൾക്ക് വായ്പ കൊടുക്കുവാനുള്ള സംവിധാനമാണത്. 2019 അത് 2 കോടി രൂപയായും 2024 അത് 5 കോടി രൂപയായും വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതായത് ഒരു യഥാർത്ഥ അർഹതയുള്ള ഒരു സംരംഭകന് ഇന്ത്യയിലെ റിസർവ് ബാങ്കിൻ്റെ കീഴിലുള്ള ഏതൊരു ബാങ്കിൽ നിന്നും നിയമവിധേയമായി ഒരു ജാമ്യവും കൂടാതെ 5 കോടി വായ്പ ലഭിക്കുവാനുള്ള സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഇത് ആളുകൾ അറിയുന്നില്ല. 25 കോടി വരെ സൗജന്യമായിട്ട് ലഭിക്കുന്ന പദ്ധതികളുണ്ട്. ചെറിയ സംരംഭങ്ങൾക്ക് ചെറിയ തുക. അപ്പോൾ PMAGP എന്ന് പറഞ്ഞ വളരെ പ്രശസ്തമായ ഒരു പദ്ധതിയുണ്ട്. പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം എന്നാണ് അതിൻ്റെ പേര്. ആ പദ്ധതി വഴി ജനറൽ കാറ്റഗറി സ്പെഷ്യൽ കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക് 25% മുതൽ 35% വരെ സബ്സിഡിയാണ്. അതായത് 1 ലക്ഷം രൂപയുടെ ഒരു പദ്ധതിക്ക് 35,000 രൂപയും സർക്കാർ സൗജന്യമായി നൽകുകയാണ്. 1 ലക്ഷം രൂപയുടെ ഒരു പദ്ധതി ആരംഭിക്കുന്നതിന് കേവലം 5% മാത്രമാണ് സംരംഭകൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് ആവശ്യമുള്ളത്. അതായത് 5,000 രൂപയുണ്ടെങ്കിൽ നമുക്ക് 1 ലക്ഷം രൂപയുടെ പദ്ധതി തുടങ്ങാം. 95,000 രൂപ ബാങ്ക് കൊടുക്കും, 35,000 രൂപ സർക്കാരും കൊടുക്കും. അപ്പോൾ ഇത്രയും അനുകൂലമായ സാഹചര്യം നാട്ടിലുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് തുടങ്ങാവുന്ന ധാരാളം പദ്ധതികളുമുണ്ട്. ഞാനൊരു ഉദാഹരണമായിട്ട് 1 ലക്ഷം രൂപയുടെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിന് സേവന മേഖലയിൽ 20 ലക്ഷം രൂപ വരെയും ഉൽപ്പാദന മേഖലയിൽ 50 ലക്ഷം രൂപ വരെയുള്ള ലിമിറ്റുണ്ട്. അതായത് 10 ലക്ഷം രൂപ, ഉദാഹരണം ഒരു 10 ലക്ഷം രൂപയുടെ ഒരു നിർമ്മാണ സംരംഭമാണ് ആരംഭിക്കുന്നതെങ്കിൽ സംരംഭകൻ്റെ കയ്യിൽ കേവലം 50,000 രൂപ മതി. 9.5 ലക്ഷം രൂപ ബാങ്ക് കൊടുക്കും, ഒരു ജാമ്യം ആവശ്യമില്ല. 3.5 ലക്ഷം രൂപ സർക്കാർ സൗജന്യമായിട്ട് കൊടുക്കും. അതായത് നമ്മൾ മുടക്കുന്നതിൻ്റെ 7 ഇരട്ടി സർക്കാർ കൊടുക്കുകയാണ്. അതൊരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ്. സംസ്ഥാന സർക്കാരിന് ESS എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്, ഓണ്ടർപ്രണർ സപ്പോർട്ട് സ്കീം, സംരംഭക സഹായ പദ്ധതി എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് 15% മുതൽ 45% വരെ സബ്സിഡിയാണ്. മനസ്സിലായില്ലേ? ഇത് കൂടാതെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ എന്നൊരു പദ്ധതിയുണ്ട്, കേന്ദ്ര സർക്കാരുണ്ടായിട്ട്. അവിടെ 50% സബ്സിഡിയാണ്. കോഴി വളർത്തൽ, ആട് വളർത്തൽ, പിന്നെ അങ്ങനെയുള്ള പന്നി വളർത്തൽ തുടങ്ങിയ സംരംഭങ്ങൾ, കാർഷികാധിഷ്ഠിത സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്ക് 50% സബ്സിഡി ഉണ്ട്. അപ്പോൾ ഇത്തരം പദ്ധതികൾ ജനങ്ങളെ അറിയിക്കുക. അവരുടെ അഭിരുചി അനുസരിച്ച് ഏത് പദ്ധതിയാണ് ആരംഭിക്കേണ്ടത്, ഏത് സംരംഭമാണ് ആരംഭിക്കേണ്ടത് എന്ന് അവരുടെ മാത്രം ചോയ്സാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്. അതനുസരിച്ച് അവർക്ക് എന്തൊക്കെ സഹായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഒക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതാത് വകുപ്പുകളുടെ ആളുകളെ വിളിച്ചുകൊണ്ട് വന്നാണ് നമ്മൾ പരിപാടി നടത്തുന്നത്. ഇപ്പോൾ സർക്കാരിൻ്റെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ പരിപാടിയിൽ വന്ന് അവരുടെ സ്കീമുകളെക്കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മിനിസ്ട്രി ഓഫ് MSMEയുടെ ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ പരിപാടിയിൽ നിന്ന് വന്ന് അവരുടെ പദ്ധതികളെക്കുറിച്ച് പറയുന്നത്. ബാങ്കുകളുടെ പ്രതിനിധികൾ വരുന്നുണ്ട് നമ്മുടെ പരിപാടിയിൽ. ഇപ്പോൾ നമ്മുടെ 11-ാം തീയതി നടക്കുന്ന പ്രോഗ്രാമിൽ നമ്മുടെ ലീഡ് ബാങ്കിൻ്റെ മാനേജർ LDM ആണ് വരുന്നത്, KFCയുടെ ചീഫ് മാനേജർ വരുന്നുണ്ട്. അപ്പോൾ അതാത് വകുപ്പുകളുടെയും അതാത് ധനകാര്യ സ്ഥാപനങ്ങളുടെയും ഉന്നത ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് അവരുടെ പക്കൽ നിന്ന് തന്നെ സാധാരണക്കാർക്ക് പദ്ധതികളെക്കുറിച്ച് അറിയുവാനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ വരുമ്പോൾ ഒരു സ്ഥാപനം തുടങ്ങാൻ എന്തൊക്കെ ലൈസൻസുകൾ വേണം, അത് എവിടെ നിന്നാണ് ലഭ്യമാകുക, അതിനെന്തൊക്കെയാണ് നമ്മൾ നടപടികൾ സ്വീകരിക്കേണ്ടത് തുടങ്ങി അതിൻ്റെ ലീഗൽ എൻറ്റിറ്റി, ഒരു വ്യക്തി തുടങ്ങുന്ന സംരംഭത്തിന് പ്രോപ്പർട്ടിഷിപ്പ് എന്ന് പറയും. ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ചേർന്ന് തുടങ്ങുമ്പോഴേ ഒന്നുകിൽ പാർട്ട്ണർഷിപ്പ്, അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്, അല്ലെങ്കിൽ കമ്പനികൾ, ഇതെങ്ങനെയാണ് ആരംഭിക്കേണ്ടത്, ഓരോ സംരംഭത്തിനും എന്തൊക്കെ ലൈസൻസുകൾ വേണം, ഇത് കൂടാതെയുള്ള ഇതൊക്കെയും ആളുകൾക്ക് അവയർനെസ് പ്രോഗ്രാമിലൂടെ ഞങ്ങൾ പകർന്നു കൊടുക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. സാർ നേരത്തെ പറഞ്ഞതുപോലെ മുദ്രാ ലോണിനായാലും MSME രജിസ്ട്രേഷനുള്ള ചെറുകിട സംരംഭകർക്ക് വേറെ ഡോക്യുമെൻറ്റേഷൻ ആവശ്യമില്ലെന്ന് പറയുന്നുണ്ട്. സാധാരണ നമ്മൾ ബാങ്കിലൊക്കെ ചെല്ലുമ്പോൾ ഈ സാറ് പറഞ്ഞതിന് നേരെ വിപരീതമായിട്ടാണ് ഓരോ ബാങ്കിലെ മാനേജർമാർ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾ പെരുമാറുന്നത്. അതെന്താണ് കൊണ്ടാണ് അങ്ങനെ? അതൊരു വിരോധാഭാസമാണ്. അതിൻ്റെ യഥാർത്ഥ ചിത്രം മനസ്സിലാക്കണമെങ്കിൽ ഒരു ബാങ്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാന തത്വം നമ്മൾ മനസ്സിലാക്കണം. ലോകത്തിലെ എല്ലാ ബാങ്കുകളും പ്രവർത്തിക്കുന്നത് അവിടെ നിന്നും ലോൺ എടുക്കുന്നവർ നൽകുന്ന പലിശ വരുമാനത്തിൽ നിന്നാണ്. അതായത്
ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്ന ഒരു നിക്ഷേപകൻ ആ ബാങ്കിൻ്റെ ബാധ്യതയാണ്. ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന വ്യക്തി ആ ബാങ്കിൻ്റെ അസറ്റാണ്. മനസ്സിലായോ? ഒരു ബാങ്കിൽ നിന്നും ഒരാളും കുറേ കാലത്തേക്ക് ലോൺ എടുക്കുന്നില്ലെങ്കിൽ ആ ബാങ്ക് പൂട്ടിപ്പോകും. ഇത് നമ്മൾക്കും ലോൺ എടുക്കാൻ പോകുന്ന ആൾക്കും അറിയില്ല. ഈ ലോൺ കൊടുക്കുന്ന ബാങ്ക് അധികൃതർക്ക് ഇതിനെക്കുറിച്ച് വലിയ ബോധമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിരുന്നാൽ പോലും ഒരു യഥാർത്ഥ സംരംഭകൻ ഇന്ത്യയിലെ ഏത് റിസർവ് ബാങ്കിന് കീഴിലുള്ള നാഷണലൈസ്ഡ് ബാങ്ക് എന്നല്ല സ്വകാര്യ ബാങ്കിൽ നിന്നായാലും അദ്ദേഹത്തിന് ലോൺ നിഷേധിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും HRPയും ഇടപെടും. അർഹമായ ആളുകൾക്ക് ലോൺ നിഷേധിക്കുവാൻ ഒരു ബാങ്കിന് അധികാരമില്ല. ലോൺ കൊടുക്കുക എന്നുള്ളത് പ്രത്യേകിച്ചിട്ടും MSMEക്ക് പ്രത്യേക സ്കീമുകളുണ്ട്. MSMEക്ക് മൊത്തം ലോണിൻ്റെ ഇത്ര ശതമാനം കൊടുത്തിരിക്കണം എന്ന് സർക്കാരിൻ്റെ നോട്ടിഫിക്കേഷനുണ്ട്. അതൊരിക്കലും ഒരു ബാങ്കിനും നിഷേധിക്കുവാൻ പറ്റില്ല. എൻ്റെ ഒരു അനുഭവത്തിൽ ഏതാണ്ട് 90% ആളുകളും ബാങ്കുകളും ലോൺ കൊടുക്കുവാൻ തയ്യാറാണ്. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾ ബാങ്കിൽ നിന്നും ഒരു പദ്ധതിയുടെ പേരിൽ ലോൺ എടുക്കുകയും അത് വകമാറ്റി ചെലവഴിക്കാൻ തയ്യാറാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ ലോൺ തിരിച്ചെടുക്കാൻ പറ്റാതെ വരികയും ഡിഫോൾട്ടാവുകയും ഇത് കണ്ട് മറ്റുള്ളവരെല്ലാവരെയും ഇങ്ങനെ വരുന്ന ആളുകളാണ് എന്നൊരു തെറ്റിദ്ധാരണ ബാങ്ക് അധികാരികളുടെ ഭാഗത്തുനിന്നും വരുന്നുണ്ട്. ഇതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ചില ബാങ്കുകളിൽ നിന്നും നമുക്ക് വളരെ മോശമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അത് പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ യഥാർത്ഥ സംരംഭകൻ്റെ ലക്ഷ്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബാങ്കുകളിൽ നിന്നും ലോൺ കിട്ടുവാൻ യാതൊരു പ്രയാസവുമില്ല. കോടിക്കണക്കിന് 2 കോടിയോ 3 കോടിയോ ഒക്കെ ഒരു ജാമ്യമില്ലാതെ എൻ്റെ കൊടുത്തിട്ടുള്ള അനുഭവങ്ങൾ ധാരാളമുണ്ട് എനിക്ക്. സാർ നേരത്തെ പറഞ്ഞതുപോലെ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുന്നു, ഒന്നും അല്ലെങ്കിൽ 1000-ൽ 10 പേര് ചിലപ്പോൾ തിരിച്ച് അടയ്ക്കാതെ വരുന്നൊരു സാഹചര്യം വരുന്നത്. പക്ഷേ ഈ തിരിച്ചടയ്ക്കാതെ വരുമ്പോൾ ഈ ലോൺ എങ്ങനെ തിരിച്ചു പിടിക്കാനുള്ളൊരു ഓപ്ഷൻ ബാങ്കുകാർക്ക് അത് നൽകിയിട്ടുണ്ടോ? അതായത് ഈ ബാങ്ക് ലോൺ കൊടുക്കുമ്പോൾ അവരുടെ റിസ്ക് എന്നത് ഇദ്ദേഹം തിരിച്ചടച്ചില്ലെങ്കിൽ ആ കാശ് നഷ്ടപ്പെടും. അപ്പം അത് സുരക്ഷിതമാക്കേണ്ടത് അവിടെ ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ്. അതുകൊണ്ടാണ് ഈ ബാങ്കിൽ നിന്ന് നമ്മൾ ലോണിന് പോകുമ്പോൾ വളരെ കണിശമായ പരിശോധനകളുണ്ടാകും. അത് തിരിച്ചടക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ ബാങ്ക് നിയമ നടപടികളിലേക്ക് പോകും. നമ്മുടെ നാട്ടിലെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ അത് തിരിച്ചു പിടിക്കുവാനുള്ള അധികാരം ബാങ്കുകൾക്കുണ്ട്. അതിന് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓരോ സംരംഭകരും ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ ആ സംരംഭത്തിന് അനുസരിച്ചാണോ ഒരു ലോൺ വായ്പ നൽകുന്നത്? തീർച്ചയായിട്ടും ഓരോ സംരംഭത്തിനും അനുസരിച്ച് തന്നെയാണ് വായ്പ. ഓരോ സംരംഭത്തിൻ്റെയും വലിപ്പം, അതിൻ്റെ ഘടന ഒക്കെ അനുസരിച്ചിട്ടാണ് വായ്പ. ഞാൻ വളരെ ചെറിയ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സംരംഭത്തിന് ക്യാപിറ്റൽ വേണം. ഓരോ സംരംഭം, ഏത് സംരംഭം ആരംഭിക്കുന്നതിനും നമുക്കതിനൊരു ക്യാപിറ്റൽ മൂലധനം വേണം. ഈ മൂലധനം നമ്മുടെ കയ്യിൽ നിന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ മൂലധനം മുഴുവനും നമ്മളെ കയ്യിൽ എടുക്കാനില്ലെങ്കിലാണ് നമ്മളൊരു ധനകാര്യ സ്ഥാപനത്തെ സമീപിക്കുക. മനസ്സിലായില്ലേ? ഈ മൂലധനം എന്ന് പറയുന്നത് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റും വർക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റും. ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംരംഭം തുടങ്ങുവാൻ ഒറ്റത്തവണ ചെലവ് വരുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സ്ഥലം, നമുക്കൊരു സംരംഭം സ്ഥലം വാങ്ങണം. അപ്പോൾ സ്ഥലം ഒരു ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. അവിടെ കെട്ടിടം പണിയണം, അതൊരു ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. അവിടെ നമുക്ക് ഇലക്ട്രിഫിക്കേഷൻ വേണം, അതൊരു ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് വേണം, അതൊരു ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. അവിടെ നമുക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി വേണം, അതൊരു ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇത് മാത്രം ആയാൽ ഒരു സംരംഭം പൂർണ്ണമാകുന്നില്ല. അതുകൂടാതെ അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം. അത് എല്ലാ മാസവും തുടർച്ചയായിട്ട് വരുന്നത്, അത് ഫിക്സഡ് അല്ല, അത് വർക്കിംഗ് എക്സ്പെൻസാണ്. അതുമാതിരി തന്നെ അവിടെ നമ്മുടെ ചിലപ്പോൾ വാടകയ്ക്കാണെങ്കിൽ റെൻറ്റ് കൊടുക്കണം. അവിടെ ഇലക്ട്രിസിറ്റി ബില്ലുണ്ട്, നമ്മൾക്ക് പരസ്യത്തിനുള്ള ചിലവുകളുണ്ട്, യാത്രാ ചിലവുകൾ, റോ മെറ്റീരിയൽ വാങ്ങണം. ഇങ്ങനെ ഇത് വിൽപ്പനക്ക് മാർക്കറ്റിംഗ് ചിലവുകൾ, ഇങ്ങനെ ധാരാളം ചിലവുകൾ വരുന്നുണ്ട്. ഇത് നമ്മൾ വർക്കിംഗ് എക്സ്പെൻസ് എന്ന് പറയും, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ. ഇത് 2 ചേർത്താണ് ഒരു പ്രോജക്റ്റിൻ്റെ പ്രോജക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ബാങ്കുകൾ തരുന്ന ലോണും 2 തരത്തിലാണ്. നമ്മൾ ബാങ്കിൽ പോയി ഒരു സംരംഭത്തിൻ്റെ ലോൺ എന്ന് പറയുമ്പോൾ ഒരൊറ്റ ലോണല്ല, അത് 2 തരത്തിലാണ് ബാങ്കുകൾ ലോൺ തരുന്നത്. ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റിന് അവർ ടേം ലോൺ തരും. വർക്കിംഗ് എക്സ്പെൻസിന് അവർ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ തരും, അല്ലെങ്കിൽ ക്യാഷ് ക്രെഡിറ്റ് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ നമ്മൾ പൊതുവേ കേൾക്കുന്ന ഓടി എന്നൊക്കെ കേൾക്കാറില്ലേ, ഓവർ ഡ്രാഫ്റ്റ് തരും. ഇതിൻ്റെ 2 തിരിച്ചടവും വ്യത്യസ്തമാണ്. ഈ ടേം ലോൺ നമ്മൾ തിരിച്ചടക്കേണ്ടത് ഇക്വിറ്റി മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് EMI
തുല്യ മാസഗഡുക്കളായിട്ട് തിരിച്ചടക്കണം. അപ്പം നമ്മളൊരു 10 ലക്ഷം രൂപ ലോൺ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എത്ര 5 വർഷത്തേക്കാണ് ലോൺ എടുക്കുന്നതെങ്കിൽ ബാങ്കിൻ്റെ പലിശ അനുസരിച്ചിട്ട് 5 വർഷത്തേക്ക് 60 മാസത്തേക്ക് അതിനെ ഡിവൈഡ് ചെയ്യും നമ്മൾ ബാങ്ക്. അങ്ങനെ തുല്യ ഗഡുക്കളായിട്ടാണ് തിരിച്ചടക്കേണ്ടത്. വർക്കിംഗ് ക്യാപിറ്റൽ തിരിച്ചടക്കേണ്ട ആവശ്യമില്ല. അതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അതിന് ഇൻട്രസ്റ്റ് മാത്രമേ ബാങ്ക് പിടിക്കുകയുള്ളൂ. അത് നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ദീർഘകാലം നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിന് സഹായകരമാകുന്ന വിധത്തിൽ ഇത് നടന്നു പോകും. ഇവിടെ പലപ്പോഴും ഭൂരിപക്ഷം സംരംഭകരും ചെയ്യുന്നത് ഈ വർക്കിംഗ് ക്യാപിറ്റൽ എടുത്ത് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. അതുകൊണ്ടാണ് അതായത് ഒരു 60-70% സംരംഭങ്ങളും പരാജയപ്പെടുവാനുള്ള ഒരു വലിയ കാരണം ഈ അറിവില്ലായ്മയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറെ അഭിമാനത്തോടു കൂടി പറയുന്നൊരു കാര്യമുണ്ട്. കേരളം ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനമാണ്. വസ്തുതയാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ മറ്റൊരു സാക്ഷരതയുണ്ട്. അതിന് നമ്മൾ സാമ്പത്തിക സാക്ഷരത എന്ന് പറയും, ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ കാര്യം എടുത്താൽ നമ്മൾ തമിഴ്നാട്ടുകാരനേക്കാളും കർണാടകക്കാരനേക്കാളും ഗുജറാത്തുകാരനേക്കാളും UP-ക്കാരനേക്കാളും ചില സമയത്ത് പല പിന്നോക്ക സംസ്ഥാനങ്ങളെക്കാളും പിറകിലാണ്. മലയാളികളുടെ സാമ്പത്തിക സാക്ഷരത വളരെ പിറകിലാണ്. അതുകൊണ്ടാണ് സംരംഭകരകത്ത് നമ്മൾ പിറകിൽ പോയതിൻ്റെ പല കാരണങ്ങളിലൊന്ന്. അത് മെച്ചപ്പെടുത്തുവാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ ലീഡ് ബാങ്കിനെയൊക്കെ സഹകരിപ്പിച്ചുകൊണ്ട് ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാമുകളും ഏറ്റെടുത്ത് നടത്തുവാൻ HRP ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഈ ചെറുകിട സംരംഭകർക്ക് ബാങ്കിൽ നമ്മൾ ലോണുമായിട്ട് പോകുമ്പോൾ ആ ബാങ്കിൽ ലോൺ നിഷേധിക്കുകയാണെങ്കിൽ HRPMൻ്റെ MSME വിങ് അവരെ ഹെൽപ്പ് ചെയ്യാൻ ബാധ്യസ്ഥരാണോ? തീർച്ചയായിട്ടും ഞങ്ങൾ അവരെ സഹായിക്കാൻ തയ്യാറാണ്. നമ്മൾ എപ്പോഴും ജെന്യൂൻ ആയിട്ടുള്ള ആളുകളെ മാത്രമേ നമുക്ക് സഹായിക്കാൻ പറ്റൂ. ഒരു യഥാർത്ഥ സംരംഭകന് ലോൺ നിഷേധിക്കപ്പെടുവാൻ പാടില്ല. അത് നിയമം തന്നെ അതിനെതിരാണ്. നിയമ സംരക്ഷണം കിട്ടും. അപ്പോൾ അതിന് HRPM സഹായിച്ചിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ ലോൺ ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇക്കാര്യത്തിൽ HRPM ഇക്കാര്യത്തിൽ കർശനമായിട്ട് ഇടപെടുകയും അർഹരായിട്ടുള്ള ആളുകൾക്ക് വായ്പ നിഷേധിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ അവിടെ ഇടപെട്ട് ന്യായം പ്രവർത്തിപ്പിക്കുവാനുള്ള സംവിധാനങ്ങളുണ്ടാക്കും. ആ കാര്യത്തിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഞങ്ങളിവിടെ കേരളത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ ചെറിയ ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം. ഇപ്പോൾ ഒരു വലിയ വൻകിട വ്യവസായി 3000 കോടിയുടെ നിക്ഷേപം ഈ കേരളത്തിൽ നടത്തുവാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നാൽ നമ്മുടെ സർക്കാർ അതിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കും, പൊതുജനങ്ങൾ സ്വീകരിക്കും. കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയൊരു വ്യവസായം ഇവിടെ വരിക എന്നുള്ളത് വലിയ വികസനത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ്. പൊതുജനങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം ആളുകൾക്ക് തൊഴിൽ കിട്ടും എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. അതേസമയം അതിനെ മറ്റൊരു വീക്ഷണകോണിലൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. കേരളത്തിൽ എത്ര കോടി ജനങ്ങളുണ്ട്? ഏതാണ്ട് 3.5 കോടി ജനങ്ങളുണ്ട്. ഇതിൽ സാധാരണക്കാർ എത്ര വരും? ഏതാണ്ട് 3 കോടിയും സാധാരണക്കാരാണ്. പോട്ടെ, നമ്മൾ 2 കോടി സാധാരണക്കാരെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. ഇവരുടെ കയ്യിൽ ഒരു 10,000 രൂപ ഒരു സംരംഭം തുടങ്ങുവാൻ നിക്ഷേപിക്കുവാൻ ഉണ്ട് എന്നും കരുതുക. മൊത്തം എത്ര തുകയായി? 20,000 കോടി രൂപയായി. 3,000 കോടി രൂപ നിക്ഷേപത്തിന് ഇരുകൈ നീട്ടും സ്വീകരിക്കുന്ന സർക്കാർ 20,000 കോടിയുടെ നിക്ഷേപം വരികയാണെങ്കിൽ എന്ത് ചെയ്യും? പട്ട് പരവതാനി വിരിച്ച് സ്വീകരിക്കും. അവിടെയും നിൽക്കുന്നില്ല. ഒരു 10,000 രൂപ നിക്ഷേപിക്കുവാൻ ഒരു വ്യക്തി തയ്യാറാകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 90% ലോൺ കിട്ടും. അപ്പോൾ 10,000 രൂപ നമ്മൾ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ 90,000 രൂപ ബാങ്കിൽ നിന്ന് വരികയാണ്, 90%. അപ്പോൾ 1 ലക്ഷം രൂപയുടെ നിക്ഷേപമായി അവിടെ. ഈ 1 ലക്ഷം രൂപയുടെ നിക്ഷേപം മൊത്തം നിക്ഷേപത്തിനായി നേരത്തെ 20,000 കോടിക്ക് പകരം 2 ലക്ഷം കോടി രൂപയായി. മനസ്സിലായി? ഇതിൻ്റെ വ്യാപ്തി മനസ്സിലായോ? ചെറുകിട സംരംഭത്തിന് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി സാധിക്കും. ഇത് എവിടെ നിക്ഷേപിക്കണം? നമുക്ക് പലപ്പോഴും ഈ നിക്ഷേപ തട്ടിപ്പുകളെ കുറിച്ചാണ് നമുക്ക് ഈ നിക്ഷേപത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഓർമ്മയിൽ വരുന്നത്. ചെറുകിട സംരംഭകൻ്റെ നിക്ഷേപം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലാണ് നിക്ഷേപിക്കേണ്ടത്. അദ്ദേഹം ഒരു ബാങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങുകയും അതിലാണ് നിക്ഷേപിക്കേണ്ടത്. അതിലേക്കാണ് ബാങ്കിൻ്റെ ലോൺ വരുന്നത്, അതിലേക്കാണ് സർക്കാരിൻ്റെ സഹായം വരുന്നത്. ഈ രീതിയിൽ നമ്മൾ സാധാരണക്കാർ ചിന്തിക്കാൻ തുടങ്ങിയാൽ കേരളത്തിൽ ഒരു വലിയ വികസന വിപ്ലവത്തിന് സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം കൂടെ പറയാം. ഈ ചെറിയ സംരംഭങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങളാണ് അല്ലെങ്കിൽ സേവനങ്ങളാണ് അവർ സംരംഭത്തിലൂടെ മുന്നോട്ട് കൊണ്ടുവരുന്നതെന്ന് കരുതുക. അതുമായിട്ട് അവർ മാർക്കറ്റിലേക്ക് വരികയാണ്. ഈ മാർക്കറ്റിൽ ചെറുതും വലുതും വൻകിടയുമായ ധാരാളം സംരംഭങ്ങളുണ്ട്. പലപ്പോഴും ഇത്തരം ചെറിയ ആളുകൾ അവിടെ പരാജയപ്പെടുവാനുള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ ചെറിയ ആളുകൾക്ക് വിജയിക്കുവാനുള്ള
ഒരു വലിയ എന്താണ് ഒരു 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 സത്യം, ഒരു വലിയ മാർഗം വളരെ ചെറുപ്പത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ വളരെ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച ഒരു വലിയ വാക്യമുണ്ട്, ഐക്യമത്യം മഹാബലം. ചെറിയ ആളുകൾ ഒന്നിച്ച് നിൽക്കുക, ചെറിയ ചെറിയ സംരംഭങ്ങൾ അവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇത് തുടങ്ങാതെ ഒന്നിച്ച് നിന്നുകൊണ്ട് നമ്മൾ സംരംഭങ്ങളിലേക്ക് രംഗത്തേക്ക് വരികയാണെങ്കിൽ 100% അവർക്ക് വിജയസാധ്യതയുണ്ട്. മാത്രമല്ല, ഇങ്ങനെ ചെറുകിട സംരംഭങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാക്കുകയാണെങ്കിൽ ആ കൂട്ടായ്മയ്ക്ക് വലിയ തോതിലുള്ള സഹായം തരുന്ന ഒരു വൻകിട പദ്ധതി നമ്മുടെ രാജ്യത്തുണ്ട്. ആ പദ്ധതിയുടെ പേര് മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസ് ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നാണ്. അതാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ സഹായം സൗജന്യമായി നൽകുന്ന പദ്ധതി. ഈ പദ്ധതിയുടെ മറ്റൊരു സവിശേഷത, ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെങ്കിലും നമ്മുടെ രാജ്യത്തെ സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടു കൂടിയാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഇത് നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സഹകരിച്ചിട്ടാണ്. ഇതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഒരു 10 സംരംഭങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ടെങ്കിൽ അവർക്ക് 10 കോടി വരെയുള്ള ഒരു പദ്ധതി സർക്കാരിലേക്ക് സമർപ്പിക്കാം. അവർ കേവലം 5% മാത്രം മുടക്കിയാൽ മതി. ഈ 10 സംരംഭങ്ങൾ ചേർന്നിട്ട് 5% മുടക്കാം, 50 ലക്ഷം രൂപ. 9.5 കോടി സർക്കാർ തരും അബ്സല്യൂട്ട്ലി സൗജന്യമായിട്ട്. മനസ്സിലായില്ല? അതിൽ 8 കോടി രൂപ കേന്ദ്ര സർക്കാരും 1.5 കോടി രൂപ സംസ്ഥാന സർക്കാരും. ഇനി 10-ൽ കൂടുതൽ മിനിമം 20 സംരംഭങ്ങളുണ്ടെങ്കിൽ അവർ ഇതേ രീതിയിലൊരു കൂട്ടായ്മ ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് മൊത്തം പ്രോജക്റ്റ് 30 കോടി വരെ പോകാം. 30 കോടിയുടെ 85%, അതായത് 15% സംസ്ഥാന സർക്കാരും 70% കേന്ദ്ര സർക്കാരും, മൊത്തം 85%. രൂപയുടെ കണക്കിൽ പറഞ്ഞ 25.5 കോടി രൂപയായി സൗജന്യമായിട്ട് കൊടുക്കും. സംരംഭകരുടെ കൂട്ടായ്മ കേവലം 15% മുടക്കിയാൽ മതി. അപ്പം ഇങ്ങനെയുള്ള ധാരാളം അനുകൂല സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലവിലുണ്ട്. ആ അനുകൂല സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആളുകളുടെ കയ്യിലേക്ക് വരുമാനം എത്തണം. നമ്മുടെ രാജ്യം വികസിക്കണമെങ്കിൽ വലിയ വലിയ പദ്ധതികൾ വരുന്നതിന് പകരം സാധാരണക്കാരുടെ കൈകളിലേക്ക് വരുമാനം എത്തണം, വനിതകളുടെ കൈകളിലേക്ക് വരുമാനം എത്തണം. അപ്പം ആ വ്യക്തികൾ സാമ്പത്തികമായി രക്ഷപ്പെടും, അവരുടെ കുടുംബം സാമ്പത്തികമായി രക്ഷപ്പെടും. ഇത് രണ്ടും നടന്നാൽ ആ ജില്ല, ആ സംസ്ഥാനം, ഈ രാജ്യം തന്നെ സാമ്പത്തികമായി വലിയ വികസനത്തിലേക്ക് പോകും. ഇതാണ് ദൂരവ്യാപകമായിട്ട് HRPയും ലക്ഷ്യമിടുന്നത്. ഞങ്ങൾ ഈ പദ്ധതി കേവലം 1-2 വർഷത്തേക്കല്ല, വളരെ ഒരു 10-15 വർഷത്തേക്കുള്ള ദീർഘമായ ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ നമ്മുടെ കൂടെ നിൽക്കാൻ തയ്യാറാണ്. കേരളത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്, കേന്ദ്ര സർക്കാരിൻ്റെതാണ് മിനിസ്ട്രി ഓഫ് MSME, മൃഗസംരക്ഷണ വകുപ്പ്, കാർഷിക വകുപ്പ്, ധനകാര്യ സ്ഥാപനങ്ങൾ, ഇവരെല്ലാവരും ഇത്തരം നല്ല പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളോട് കൂടി സഹകരിക്കുവാൻ പരിപൂർണ സജ്ജരായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം പൊതുജനങ്ങളും സാധാരണക്കാരും കൂടി ഈ രംഗത്തേക്ക് കടന്നു വരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. സർക്കാർ ചെറുകിട സംരംഭകർക്ക് പലവിധ ആനുകൂല്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ചില ബാങ്കുകൾ അത് നിഷേധിക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ബാങ്ക് നിഷേധിക്കുകയാണെങ്കിൽ നമ്മുടെ MSMEയുടെ ആൾ നമ്മുടെ കൂടെയുണ്ട്, സാറിനെ തീർച്ചയായിട്ടും സമീപിക്കാവുന്നതാണ്. എന്തായാലും എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.